യും തങ്ങളുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് ഇങ്ങനെ വായിക്കാം. ആരാ രേഖപ്പെടുത്തിയത്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. പിന്നെ ആരാ രേഖപ്പെടുത്തിയത്? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. എവിടെയാ രേഖപ്പെടുത്തിയത്? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും. എന്താണ് ആ ഹദീസ്? ഇങ്ങനെ വായിക്കാം. അതിന്റെ അർത്ഥം പറയട്ടെ. ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിയാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, ചിന്തിക്കുന്ന ആളുകളെ, നിഷ്പക്ഷമതികളായ ആളുകളെ, ഈ മുസ്ലിയാർ ഇവിടെ ചോദിച്ചില്ലേ, നിങ്ങൾ ബുഖാരി ഇമാമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ, മുസ്ലിമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ? ഞങ്ങൾക്ക് ആ പണിയില്ല കേട്ടോ. നിങ്ങളാണ് എഴുതിവിട്ടത്. ബുഖാരി ഇമാം പറയാത്തത്, ഇമാം മുസ്ലിം പറയാത്തത്. അതാ അവരുടെ സ്വഹീഹിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ആ പദം ചില റിപ്പോർട്ടുകളിലുണ്ട്. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. പക്ഷേ സഹീഹല്ല, സഹീഹല്ല. അതിനാണ് നിങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ കാണിക്ക, മുസ്ലിമിന്റെ സഹീഹിൽ കാണിക്ക. ഇമാം ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ, ഇമാം മുസ്ലിമിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ? നിങ്ങൾക്ക് എല്ലാവരുടെ പേരിലും ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് കുറ്റമൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടണോ? അത് വളരെ മാന്യമായി പറഞ്ഞാൽ വളരെ മോശമായി പോയി. അത് തട്ടിപ്പാണ്, വഞ്ചനയാണെന്ന് പ്രത്യേകമായി മുസ്ലിയാരെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലക്കിങ്ങനെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ പറയുമ്പോ എന്താണതിന് പരമ്പര, എന്താണതിന് സനതുള്ളത് എന്ന് ചോദിക്കുമ്പോ അതിന് ആ നിലക്കുള്ള ഒരു മറുപടിയും പറയാൻ കഴിയാത്ത നിലക്കുള്ള ദുർബലമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇദ്ദേഹം ഇവിടെ എടുത്ത് അബൂ ഹനീഫന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് ഉദ്ധരിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ആ കിതാബിൽ അത് വന്നിട്ടില്ലേ മൗലവി? കിതാബിലില്ലേ മൗലവി എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. തട്ടിപ്പവിടെ നിൽക്കട്ടെ. ചോദിക്കട്ടെ, ആ കിതാബിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? എങ്കിൽ പിന്നെ അത് പറയണം. നിങ്ങളൊരു കിതാബുണ്ട് ഉദ്ധരിക്കുക, അതിൽ നിങ്ങൾക്ക് വേണ്ടതാണ് ഉദ്ധരിക്കുക, എന്നിട്ട് ഞങ്ങളത് സ്വീകരിച്ചോളണം. അല്ലേ? പറ്റില്ല, പറ്റില്ല. കാരണം ഞങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും ചില മാനദണ്ഡങ്ങളുണ്ട്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. അതൊരു മാനദണ്ഡമാണ്. അത് മുസ്ലിം ലോകം അംഗീകരിച്ചു കഴിഞ്ഞൊരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിൽ നിന്നല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കണം എന്നതിന് രേഖയായി പറഞ്ഞത്. എങ്കിലതാ അതേ കിതാബിൽ തന്നെ ഏതാ നിങ്ങൾക്ക് കാണാം. ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. പേരോട് മനസ്സിലാക്കിക്കോ. അതാ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് ചെന്ന് നിന്നിട്ട് ഈ ആയത്തോദനം പോലും ഏതായത്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ചൊല്ലണം. എന്നിട്ട് പിന്നെ എന്ത് പറയണം? സ്വല്ലല്ലാഹു അലൈക വസല്ലമ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് ഒരു തവണയല്ല 70 മറ, 70 തവണ വിളിക്കണം. അങ്ങനെ വിളിച്ചാലോ നാദാഹു മലക്കുൻ, ഒരു മലക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക യാ ഫുലാൻ. ഓ ഇന്നാലിന്നവനെ, അല്ലാഹു അങ്ങേക്കും രക്ഷ നൽകട്ടെ എന്ന് വിളിച്ചു പറയും. അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്ങ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ? നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്കാണ് സ്നേഹമല്ലേ?
ഹബീബിനോട് നിങ്ങൾക്കാണ് പീശമല്ലേ? ഞങ്ങൾ ഹബീബിനെ കുതിര കയറുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ പുച്ഛിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിന്റെ ആ അത്ഭുതകരമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവരാണല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത്? നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത്? അതേ കിതാബിൽ നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ. ഇനി മേലെ താഴെ എന്നുള്ള തർക്കം വേണ്ട. ആ കിതാബിൽ നിന്നാ വായിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് 70 വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുസ്ലിമേ 70 തവണ പോയിട്ട് 7 തവണയെങ്കിലും 7 തവണ പോയിട്ട് 1 തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാനെ യാ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സഹാബത്ത് വിളിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ വിളിക്കാൻ ചില അദബുണ്ട്. അവിടുത്തെ ജീവിതകാലത്ത് വരെ യാ മുഹമ്മദ് എന്ന് വിളിച്ചവരെ അതാ ഒരു മര്യാദയുമില്ലാതെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ. ബുദ്ധിയില്ലാത്തവരാണ്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദേ. റസൂലുള്ളാഹിന്റെ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ചില ഹെറാബികൾ വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വാ മുഹമ്മദേ. ആക്ഷേപിച്ചില്ലേ ഖുർആൻ? അല്ല പോലും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ നബി അല്ലാഹ്. മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബാ കിറാം പോലും യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിതാബിൽ നിങ്ങൾക്ക് ആധികാരികമാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. പരമ്പര കൊണ്ട് നിങ്ങൾ തെളിയിച്ചേ പറ്റൂ. ആര് പറഞ്ഞു ഇത്? റസൂലുള്ളാഹിനെ 70 വട്ടം ഖബറിന്റെ സമീപത്ത് പോയിരുന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്നോ മുസ്ലിമിന് സാധ്യമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഹബീബിനെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നല്ലാതെ ഏറ്റവും അടുപ്പമുള്ള സിദ്ദീഖുൽ അക്ബർ പോലും മകളുടെ പുതിയാപ്പളയല്ലേ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പുതിയാപ്പളയല്ലേ വിളിച്ചിട്ടില്ല കേട്ടോ. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അതാ മുസ്ലിമിന്റെ സംസ്കാരം. ഇത് നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോട് സ്നേഹം. എന്നിട്ടോ ഖബറിങ്ങ പോയിട്ട് സ്വഹാബത്ത് മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്തത് ഖബറിങ്ങ പോയിട്ട് 70 തവണ വിളിക്കണമല്ലേ? കൊണ്ടുപോയി തട്ടൂ നിങ്ങളുടെ രേഖ. ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉണ്ടയില്ല തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത്. മറുപടി പറഞ്ഞോളണം. നിങ്ങൾ ഉദ്ധരിച്ചത് ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നിങ്ങൾ പറയും. അല്ലെങ്കിലോ നിങ്ങളത് തള്ളുവോ? എന്തേ നിങ്ങൾ തള്ളാൻ? ആ മാനദണ്ഡം വെച്ച് ഞങ്ങൾ അതും തള്ളും. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ തള്ളുമോ? എങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്തത് ഞങ്ങൾ തള്ളും. ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ല, അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്, ഇസ്ലാമികമല്ലാത്തതുകൊണ്ട്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാ. എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. ഇതൊരു പഠനാണല്ലോ, ഇതൊരു പഠനല്ലേ. നിങ്ങളുടെ പരമ്പരയിലുണ്ടായിരുന്ന നിങ്ങൾ എണ്ണിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നാ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? അവിടെ പോയിട്ട് വലവുന്നഹും ആയത്തോതോ യാ ഖൈറ മൻദൂഫീനത് ബിൽ ഖാഇ അലമോ. ബെറ്റിയല്ലോ, മണ്ണ് വാരി തലയിലിടോ, എമ്മൽക്ക് വീഴോ, പൊട്ടിക്കരയോ? എന്താ ചെയ്യാറ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായം എന്താണ്? ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, എന്തായിരുന്നു മഹാനവറുകൾ ചെയ്തിരുന്നത്? ഖബറിന്റെ സമീപത്ത് ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാ, അതും പറഞ്ഞ് പിരിഞ്ഞു പോകാറാണ്. സലാം പറഞ്ഞാൽ പോവും. നബിനെ വിളിച്ച് തേട്ടമില്ല, അള്ളാന്റെ റസൂലിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് അവിടെ വിളിച്ച് അസ്അലുക ശഫാഅത യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന വർത്താനമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരമ്പര കൊണ്ടായി ചോദിക്കുന്നത് എന്താ? ഇബ്നു ഉമറിനെ അങ്ങനെ പറയുന്നത് റളിയല്ലാഹു അൻഹു, എന്താ അവരെ പറ്റി പറയുന്നത്? നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദായിട്ട് എണ്ണീറ്റ് റസൂലുള്ളാഹിന്റെ അപ്പുറത്തെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു ഉമറാങ്ങൾ എണ്ണിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ?
മഹാനവറുകൾ പോയാൽ അത്രേ ചെയ്യുള്ളൂ. ഇനി ഇബ്നു ഉമറിൽ നിന്ന് നാഫി ഇമാം കേട്ടു, നാഫിയിൽ നിന്ന് ഇമാം മാലിക് കേട്ടു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതാ മദീനത്ത് താമസിച്ചിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എന്താ പറയാറുണ്ടായിരുന്നത്? യാ ഖൈറ മൻ ദുഫീനത്ത്. ബൈത്തി എല്ലാറുണ്ടോ? മണ്ണ് വാരി തലയിടാറുണ്ടോ? വീഴാറുണ്ടോ? യാ റസൂലല്ലാഹ്